എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ചട്നിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മളിന്ന് ടൊമാറ്റോ ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്, തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്. അപ്പോൾ ഒരു 5-8 ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്. അപ്പോൾ ഉണക്കമുളക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2-3 ഉണക്കമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മുളകിന് നല്ല എരിവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 എണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മുളകിന് എരിവ് കുറവാണെങ്കിൽ എണ്ണം കൂട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് നല്ല പോലെ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചട്നിയിൽ നമുക്ക് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തക്കാളി മാത്രം മതി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഉഴുന്നും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മുടെ ചമ്മന്തിക്ക് കൂടും. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 5-8 കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ട് തിളച്ച് അതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചമ്മന്തി അരച്ചെടുത്തപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ എണ്ണയൊക്കെ നല്ല പോലെ നമ്മുടെ ചട്നിയിൽ ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ നല്ല പോലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.